നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ തുടർച്ചയായി അനാസ്ഥയുടെ കേന്ദ്രങ്ങളാകുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ ആതുരാലയങ്ങളിൽ സാധാരണക്കാർ ചികിത്സ നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഒരു തൊഴിലുറപ്പ് സ്ത്രീ, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ 5 വർഷമായി വയറ്റിൽ കത്രികയുമായി ജീവിക്കുകയാണ്. ഈ വേദന സഹിച്ചും അവർ തൊഴിൽ ചെയ്യുകയാണ്. ഡോക്ടർ താനല്ല ശസ്ത്രക്രിയ ചെയ്തത് എന്ന് നിഷേധിച്ചു എങ്കിൽ പോലും അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാണ് എന്ന കാര്യത്തിൽ വളരെ കൃത്യവും വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് സൂചനകൾ. ഏതായാലും ഇതടക്കം നിരവധി വാർത്തകൾ മെഡിക്കൽ കോളേജിൽ വിഷയങ്ങളുമായി പുറത്തുവരുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്ക് വിശദമായി പരിശോധിക്കാം. 9 മണി വാർത്തയിൽ ആദ്യം തലക്കെട്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി തൊഴിലുറപ്പ് തൊഴിലാളി ജീവിച്ചത് 5 വർഷം. എല്ലായിടത്തും എന്നെ കൊണ്ടുപോയിട്ട് പാമ്പേഴ്സ് വെച്ചുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. ആരോപണം നിഷേധിച്ച് ഡോക്ടർ. ഈ ഓപ്പറേഷനിലാ വന്നില്ല, കാണത്തില്ല. അത് ഒമ്മന്റെ എല്ലാം കൂടെ മൂടി കയറി നമ്മൾ കാണില്ല. പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫ് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ. പത്ത് ദിവസത്തിനുള്ളിൽ സമാധാന ചർച്ചകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ്. പശ്ചിമേഷ്യയ്ക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ വൻ സൈനിക വിന്യാസം. ആക്രമണമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ. ജെഫ്രി എപ്സ്റ്റീനിൽ കുടുങ്ങി ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ. UK പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. എപ്സ്റ്റീന്റെ ലൈംഗിക ചൂഷണങ്ങൾക്കും ഇടപാടുകൾക്കും ഔദ്യോഗിക പദവി മറയാക്കിയെന്ന് കണ്ടെത്തൽ. രാജകുടുംബം കടുത്ത സമ്മർദ്ദത്തിൽ. ഇന്ത്യ പാക് യുദ്ധത്തിൽ 11 ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ട്രംപ്. വീണതെല്ലാം വിലയേറിയ ജെറ്റുകളെന്നും ട്രംപ്. കനത്ത തീരുവ ചുമത്തുമെന്ന ഭീഷണിയിലാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നും അവകാശവാദം. ഗാസയിൽ വീണ്ടും പിടിമുറുക്കി ഹമാസ്. കടുത്ത നികുതി പിരിവുൾപ്പെടെ നടക്കുന്നുവെന്ന് ഇസ്രായേൽ. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്നും ആരോപണം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമുടൻ. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ സംവരണ മണ്ഡലങ്ങളിലെയും തർക്കങ്ങളില്ലാത്ത മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. പാലക്കാടും തൃപ്പൂണിത്തുറയിലും പുതുമുഖങ്ങൾ വരും. 40 മുതൽ 45 പേരുടെ ആദ്യഘട്ട പട്ടിക. 2ാം ഘട്ടം പുതുയുഗയാത്ര അവസാനിച്ചതിന് ശേഷം. 2020 പ്രവേശനത്തിൽ വിശദീകരണവുമായി അഖിൽ മാരാർ. കോൺഗ്രസ് തീരുമാനം വൈകിയതുകൊണ്ടല്ല 2020-യിൽ ചേർന്നതെന്ന് അഖിൽ. തിരുവനന്തപുരത്ത് വീട്ടുകാരെ പൂട്ടിയിട്ട് കാറുമായി കറങ്ങാനിറങ്ങിയ 14-കാരൻ അപകടത്തിൽപ്പെട്ടു. പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് കുമാരപുരം സ്വദേശിയുടെ കാർ. 14-കാരനും സുഹൃത്തിനും പരുക്കില്ല. നമുക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ അനാസ്ഥയിലേക്ക് തന്നെ ആദ്യം പോകണം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഉഷയുടെ വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണം നിഷേധിച്ച് ഡോക്ടർ ലളിതാംബിക രംഗത്ത് വന്നു. താനല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഡോക്ടറുടെ അവകാശവാദം. ആദ്യം ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാം. ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാതെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാൻ അന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഒപ്പം ഈ ഉപകരണങ്ങളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്താൻ ആവശ്യമായ സ്റ്റാഫില്ല എന്ന പരാതിയും ആരോപണവും ഡോക്ടർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് ഡോക്ടർ താനല്ല ചെയ്തതെന്ന് പറയുമ്പോഴും സംഭവിച്ചുണ്ടാകാം എന്നുള്ള വിലയിരുത്തൽ ആ ഡോക്ടറിനുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. വണ്ടാനത്ത് നടത്തിയ ഓപ്പറേഷനിലാണ് ഇത് വന്നതെന്ന് എന്താണ് ഉറപ്പെന്നും ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ ഫ്ലോർ നഴ്സ് സ്റ്റാഫ് ഉണ്ടാവാറില്ല.
ഈ ഓപ്പറേഷനിലാണ് വന്നതെന്നുണ്ടോ? രണ്ടാമത്തെ ഓപ്പറേഷൻ ഇല്ല, കാണത്തില്ല. അത് ഒമന്റെ എല്ലാം കൂടെ മുകളിൽ കയറി നമ്മൾ കാണാം. അല്ല, ഇതിനു മുമ്പ് ഓപ്പറേഷൻ നടത്തി 20 വർഷം മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായി അവർക്ക് വേദന മെഡിക്കൽ കോളേജിൽ നിന്ന് നടത്തിയ പരിശോധന അതിലൊരു കാര്യം ഇപ്പൊ പക്ഷെ 20 വർഷം മുമ്പല്ല 30 അനങ്ങാതിരിക്കായത്. പാക്ക് ഇരിക്കാം, ഇത് ഇരിക്കാം. പിന്നെ വേറെ ഒന്നും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന് അതിന്റെ വേദന. പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിനെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയയുടെ കാര്യം ഇന്ന് തീരുമാനിക്കുമെന്നാണ് വിവരം. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2021 മെയ് 5-ന്, അതായത് 5 വർഷമായി ഉഷ ഈ വയറ്റിൽ കത്രികയുമായി ജീവിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ സംഗതി. വയറ്റിൽ കത്രിക കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഉഷയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ഏറെ വേദനയോടുകൂടിയാണ് അവർ സംസാരിച്ചത്. എല്ലായിടത്തും എന്നെ കൊണ്ടുപോയിട്ട് പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകത്തില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ചുണ്ട്. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ ഭക്ഷണം കഴിച്ചിരുന്നോണ്ട് എടുക്കാൻ പറ്റത്തില്ല. ശരണ്യ സ്നേഹിച്ചനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, വല്ലാത്ത ഒരു സംഭവമാണ്, ഏറെ ഗൗരവമർഹിക്കുന്ന, കാരുണ്യമർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഡോക്ടർ ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇതുണ്ടായത് എന്ന് ഉറപ്പിക്കാമല്ലോ, അല്ലേ? 2021 മെയ് 5-നാണ് ഉഷ ഗർഭാശയ മുഴയുമായി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശക്തമായ വയറുവേദന അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവർ ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയത്. മാത്രമല്ല ഇവർക്ക് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ 5 വർഷക്കാലവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് സാനിറ്ററി പാഡുകൾ അടക്കം ഉപയോഗിച്ചാണ്, അതായത് ബ്ലീഡിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും കാലം താൻ അങ്ങനെയാണ് കടന്നു പോയതെന്നാണ് ഉഷ കരഞ്ഞുകൊണ്ട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം, അതായത് ഗർഭാശയത്തിൽ ഒരു മുഴ കണ്ടെത്തുകയും അതേ തുടർന്ന് ഡോക്ടർ ലളിതാംബിക, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലളിതാംബികയാണ് കണ്ടത് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അതിനുശേഷം പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടന്നു എന്നുള്ളതും അവർ പറയുന്നു. അതിനുശേഷമുള്ള 5 വർഷക്കാലമാണ് ഇത്തരത്തിൽ ഉള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉഷയ്ക്ക് ഉണ്ടായിരുന്നത്. ശക്തമായ വേദന വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അവർ പലപ്പോഴും ഡോക്ടർമാരെ സമീപിച്ചിരുന്നു, ഡോക്ടർമാരെ കണ്ടിരുന്നു. അത് യൂറോളജി സംബന്ധമായ പ്രശ്നമാണ്, അതായത് മൂത്രത്തിൽ കല്ലാണ് എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ ഇത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ വേദന ഉണ്ടായതിനെ തുടർന്ന് അവർ ആശുപത്രിയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ഡോക്ടറായിരുന്ന യൂറോളജിസ്റ്റ് ഡോക്ടർ നാസറിനെ കാണുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് സ്കാനിങ്ങും എക്സ്റേയും അടക്കമുള്ള പരിശോധനകളിലേക്ക് ഇവർ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഇവരുടെ കഴിഞ്ഞ ചൊവ്വാഴ്ച അവർ എക്സ്റേക്ക് വിധേയമായി. ബുധനാഴ്ച അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ബുധനാഴ്ചയാണ് ഇവരുടെ ഡോക്ടറെ കാണുമ്പോഴാണ് ഈ വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന കത്രിക ഉള്ളത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല അത് എക്സ്റേയിൽ കൃത്യമായി ആ ഒരു ശസ്ത്രക്രിയ ഉപകരണം അകത്തുണ്ട്. ഇപ്പോൾ ഇത് ശസ്ത്രക്രിയ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ലളിതാംബികയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവരുടെ വിശദാംശങ്ങൾ നമ്മൾ തേടിയിരുന്നു. ഡോക്ടർ പറയുന്നത് അത് കത്രികയല്ല എന്നുള്ള ഒരു രീതിയിലാണ് വ്യക്തമാക്കുന്നത്. അതായത് രക്തക്കുഴലുകൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ഉപകരണമാണ് അത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ ചില വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. ഇത് എത്ര നാൾ വയറ്റിൽ ഇരുന്നാലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലൊരു പ്രതികരണം ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. വളരെ
ലളിതമായാണ് ഡോക്ടർ അതിനെ വിശദീകരിച്ചത്. പക്ഷേ ശസ്ത്രക്രിയ ചെയ്തത് താനല്ല, കാരണം തൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയമായിരുന്നു അത്. ആ സമയത്ത് താൻ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നു. KCT പരിശോധിക്കട്ടെ, KCT പരിശോധിക്കുമ്പോൾ ആരാണ് അത് ചെയ്തത് എന്നുള്ളത് വ്യക്തമാകും. പക്ഷേ അതിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ പറയുന്നുണ്ട്. അതായത് ഒരു ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് അത് അവിടെ അതിനായി ഉപയോഗിക്കുന്നത് എന്ന് രേഖപ്പെടുത്തേണ്ടതായുണ്ട്. അതിന് ഫ്ലോർ നഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ അവിടെ ഒരു ബോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത് പരിശോധിക്കുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കുന്നു. പക്ഷേ അത്തരം ഒരു സംവിധാനം സ്റ്റാഫ് ഷോർട്ടേജ് മൂലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളത് ഡോക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരം സ്ഥിരീകരണങ്ങൾ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു 5 വർഷത്തിന് മുമ്പ് താനാണ് ഇത് ചെയ്തതെന്ന് താൻ കരുതുന്നില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. താൻ യൂണിറ്റ് ചീഫ് ആയതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ശസ്ത്രക്രിയ ചെയ്തത് താനല്ല എന്നുള്ളതാണ് ഡോക്ടർ എന്തായാലും ശ്രദ്ധിക്കുകയാണ്. ഡാനി പോളിലേക്ക് കൂടി പോകണം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് നമുക്കറിയാം ഉഷ ചികിത്സയിലുള്ളത്. ഡാനി, ഉഷ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുക്കുക ഈ ഉപകരണം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയായോ? ഇന്ന് ശസ്ത്രക്രിയ ഉണ്ടാകുമോ? എങ്ങനെയുണ്ട് ആരോഗ്യനില? രഞ്ജിത്ത്, ഇവിടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിലാണ് ഇവിടെ ചികിത്സയിലുള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപ് ആശുപത്രിയിൽ നിന്നുള്ളൊരു അപ്ഡേഷനായിട്ട് പറയുന്നത് നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്, ഗ്യാസ്ട്രോ വിഭാഗത്തിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇനി CT സ്കാൻ ഇന്ന് എടുക്കുന്നുണ്ട്. CT സ്കാൻ ചെയ്യുന്നത് ഈ ശസ്ത്രക്രിയ ഉപകരണം, അതിൻ്റെ ഒരു സ്ഥാനം അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, ആ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് CT സ്കാൻ ചെയ്യുന്നത്. അതിനുശേഷം വിലയിരുത്തൽ ഉണ്ടാകും. പക്ഷേ ആരോഗ്യനില വളരെ തൃപ്തികരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയുന്നു. പക്ഷേ ശസ്ത്രക്രിയ ഇന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇപ്പോഴില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർമാർ ഈ CT സ്കാൻ പരിശോധനയ്ക്ക് ശേഷം അതിനുശേഷമുള്ള വിലയിരുത്തലിന് ശേഷമായിരിക്കും ശസ്ത്രക്രിയ ഉണ്ടാകുക എന്നതാണ് നിലവിൽ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേഷനായിട്ട് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ CT സ്കാനുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പൊസിഷനിങ്, ഉപകരണം എവിടെ, എങ്ങനെയാണ്, എത്രമാത്രം ബുദ്ധിമുട്ടുള്ള സങ്കീർണതകൾ നിറഞ്ഞതായിരിക്കാം ശസ്ത്രക്രിയ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വിലയിരുത്തുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. നിലവിൽ അവർ തൃപ്തികരമായ ആരോഗ്യസ്ഥിതിയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. അതേസമയം മകൻ ഷിബിൻ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അവർ പറയുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതുവരെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയോ മറ്റാരും തന്നെ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഇത് വല്ലാത്ത ഒരു സ്ഥിതി, സാധാരണക്കാർക്ക് നേരിടുന്ന ഒരു ദുരവസ്ഥ തന്നെയാണ് തൻ്റെ അമ്മയ്ക്കുണ്ടായ അനുഭവം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇവിടേക്ക് ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചത്. അതിനുശേഷം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടർന്നു. നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ഉഷയുടെ മകൻ ഷിബിന്റെ പ്രതികരണം. ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുണ്ട്. ആരോഗ്യമന്ത്രി ഇതുവരെ ഇടപെട്ടിട്ടില്ല. പണമില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്നും മകൻ വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ, മന്ത്രിയുടെ ഇടപെടലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തയിലേക്ക് പോയാൽ, തിരുവനന്തപുരത്ത് വീട്ടുകാരെ പൂട്ടിയിട്ട് കാറുമായി കറങ്ങാനിറങ്ങിയ 14-കാരൻ അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം കരമനയിൽ പുലർച്ചെ 2:30 മണിക്കായിരുന്നു അപകടമുണ്ടായത്. കുമാരപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാർ. 14-കാരനും സുഹൃത്തിനും കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ ബിരുദൻ വീട്ടുകാരറിയാതെ കാറുമായി പുറത്തിറങ്ങിയത്. അഥവാ വീട്ടുകാർ അറിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വീടും പൂട്ടിയിട്ടാണ് ഇറങ്ങിയത്. അതിനുശേഷം കാറിൻ്റെ അവസ്ഥ ഇതാണ്. താഴ്ചയിലേക്ക് കാറ് പതിച്ച പശ്ചാത്തലമൊക്കെ കാണാം. അത്യാവശ്യം വില കൂടിയ കാറാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 14-കാരനൊപ്പം ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. 2 പേർക്കും ഗുരുതരമായ പരിക്കില്ല, പക്ഷേ വീഴ്ചയുടെ ചില ആഘാതങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, കാറ് കണ്ടാൽ കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്, പക്ഷേ അകത്തുള്ളവർക്ക് പ്രശ്നമില്ല. എന്താണ് സംഭവിച്ചത്? ഈ ബിരുദൻ ചെയ്ത പ്രവൃത്തി എന്തൊക്കെയായിരുന്നു?
രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട 2 ബിരുദന്മാരാണ് ഇപ്പോൾ. 14 വയസ്സും 16 വയസ്സുമുള്ള 2 കുട്ടികളാണ് ഈ കരമനയിൽ ഈ കുമാരപുരത്ത് നിന്നും വീട്ടിൽ നിന്നുള്ള വാഹനം, അതായത് രാത്രി 2 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അതിന് മുൻപായിരിക്കണം അവിടെ നിന്നും വാഹനം എടുത്ത് ഇറങ്ങിയത്. ഈ ഒരു വളവാണ്, അതായത് ഇത് കരമനയിൽ നിന്നും കരമന പാലത്തോട് ചേർന്നിട്ടുള്ള നന്ദിലത്ത് ജിമാട്ട് സ്ഥാപനവുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അവിടെ ഒരു ചെറിയൊരു വളവുണ്ട്. ആ വളവ് കാണാതെ നേരെ ഇടിച്ച് ഈ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇവിടെ ഒരു പരസ്യ ബോർഡുണ്ട്. പരസ്യ ബോർഡും അതിനൊപ്പം തന്നെ വീട്ടിലേക്ക്, ഒരു താഴ്ചയിലാണ് വീട് നിലനിൽക്കുന്നത്. ആ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു പടിക്കെട്ടുമുണ്ട്. ആ പടിക്കെട്ടിൻ്റെ സൈഡിലായിട്ടുള്ള കൈവരി ഇടിച്ചു തെറിപ്പിച്ച് അവിടെ നിന്നും തെറിച്ച് ഈ ഒരു ബോർഡിലേക്ക്, അതായത് ഈ വലിയ രീതിയിലുള്ള ഒരു പരസ്യ ബോർഡുണ്ട്, അതിൻ്റെ തൂണിലിടിച്ചിട്ടാണ് വാഹനം നിന്നത്. നമുക്കറിയാം, ഒരു അത്യാവശ്യം നല്ല ദൂരത്തിലേക്ക് പറന്നു വരികയായിരുന്നു വാഹനം. സത്യം പറയുകയാണെങ്കിൽ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ നിന്നും വായുവിൽ ഉയർന്നതിന് ശേഷം ഈ ഒരു പോസ്റ്റിന് ഇടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതിൽ അത്ഭുതകരം എന്ന് പറയുന്നത് 2 പേർക്കും കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ അവർ പേടിച്ചു പോയെന്നല്ലാതെ വലിയ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. 2:30 കൂടിയായിരുന്നു ഈ ഒരു അപകടം നടന്നത്. വാഹനം കണ്ടാൽ തന്നെ നമ്മൾ ഭയന്നു പോകും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പരിക്ക് പറ്റിയെന്നതടക്കം തോന്നുമെങ്കിലും കാര്യമായ പരിക്കുകളില്ല. വാഹനം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. വാഹനത്തിൻ്റെ പല ഭാഗങ്ങളുമാണ് ഇവിടെ ചിന്നിച്ചിത്തിരി കിടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഗേറ്റ് ഇടിച്ച് തെറിപ്പിച്ച്, ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള ഗേറ്റ് ഒരുപാട് മുകളിലുള്ള ഗേറ്റിൻ്റെ കൈവരികളാണ്. ആ കൈവരിയാണ് ഇപ്പോൾ ഇടിച്ചു തെറിപ്പിച്ച് താഴേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊരു സ്ഥിരം അപകട മേഖലയാണ് എന്നാണ് പറയുന്നത്. സ്ഥിരമായി ഈ ഭാഗത്ത് അപകടം നടക്കാറുണ്ട്. ഈ വീട്ടുകാർക്ക് ഇത്തരത്തിൽ, അതായത് കോഴിക്കോടടക്കം നമ്മൾ ചില സ്ഥലങ്ങൾ കാണാറുണ്ട്. ഈ ഒരു സ്ഥിരം അപകട മേഖലയായിട്ടുള്ള, പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള അപകട മേഖലകളിൽ പല ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിന് മുൻപും, 1 വർഷത്തിന് മുൻപ് ഈ ഒരു എയർപോർട്ടിലേക്ക് പോകുന്നൊരു ടാക്സി വാഹനം ഇതേപോലെ ഇടിച്ച് ഇങ്ങോട്ടേക്ക് മറിഞ്ഞിട്ടുണ്ടായത്. ഒരു വളവാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു അപകട കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ രാത്രി ഉണ്ടായത് അശ്രദ്ധ മൂലമുള്ള ഒരു അപകടമായിരിക്കണം. കാരണം 2:30 കൂടിയായിരുന്നു ഒരു അപകടം. എന്ത് തന്നെയാൽ ഇവരിപ്പോൾ കരമന സ്റ്റേഷനിൽ തുടരുകയാണ്. ശരി, തിരുവനന്തപുരത്ത് ആണ് ഈ അപകടമുണ്ടായത്. വാഹനം താഴ്ചയിലേക്ക് പതിച്ചു. വളവിൽ ഈ 14-കാരനും സുഹൃത്തിനും പരിക്ക് കാര്യമായില്ല. വീട്ടുകാരെ കൂട്ടിയിട്ടതിന് ശേഷം രാത്രിയിൽ കറങ്ങാനിറങ്ങിയ ആൾക്കാണ് ഈ സംഭവം ഉണ്ടായത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇറാനിൽ ബോംബിടും എന്ന അന്ത്യശാസനവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. 10 ദിവസത്തെ സമയമാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആണവ കരാറിൽ ധാരണയായില്ലെങ്കിൽ ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഹിതകരമല്ലാത്തത് സംഭവിക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴും ട്രംപ് പറയുന്നത്, അന്ത്യശാസനം നൽകുന്നതിനൊപ്പം ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, US സൈന്യം റെഡിയാണ്, സമാധാന ചർച്ചകൾ ഓരോ ദിവസവും പൊളിയുമ്പോൾ ലോകം വീണ്ടും യുദ്ധമുനയിൽ എന്ന ആശങ്കകൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുകയും കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും വേണമെന്ന് ട്രംപ് പറയുന്നു. ഇത്തവണ കുറച്ചുകൂടി മുന്നറിയിപ്പ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ബോർഡ് ഓഫ് പീസിൻ്റെ, അതായത് അമേരിക്കയുടെ സമാധാന പദ്ധതി, ഗസയിൽ സമാധാനം പുലരാനുള്ള പദ്ധതിയായ ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യ യോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ട്രംപ് വീണ്ടും ഈ മുന്നറിയിപ്പ് ഇറാൻ നൽകിയത്. ആദ്യം ട്രംപിൻ്റെ വാക്കുകളിലേക്ക് പോകാം. And now is the time for Iran to join us on a path that will complete what we're doing. And if they join us, that'll be great. If they don't join us, that'll be great too. But it'll be a very different path. They cannot continue to threaten the stability of the entire region, and they must make a deal. Or if that doesn't happen, I maybe can understand. If it doesn't happen, it doesn't happen. But bad things will happen if it doesn't. So now we may have to take it a step further, or we may not. Maybe we're going to make a deal. You're going to be finding out over the next probably 10 days. അതായത് അതിന് ഇറാൻ്റെ മറുപടിയും വന്നിട്ടുണ്ട്. നിലവിൽ US ഉയർത്തുന്ന ഭീഷണികൾ, അതിനോട് കൃത്യമായ മറുപടി നൽകും. ആക്രമണമുണ്ടായാൽ വളരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഏത് നിമിഷവും ഒരുപക്ഷെ യുദ്ധം ആരംഭിച്ചേക്കാം എന്നുള്ള ആശങ്ക ആ മേഖലയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, നേരത്തെയൊക്കെ പറഞ്ഞു വെക്കുന്നത് പോലെ എല്ലാ ദിവസവും ഓരോ പരിപാടിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ട്രംപ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ 10 ദിവസത്തെ ഒരു കാലയളവ് കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകും എന്ന ഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഉള്ളത്. കാരണം
ഇറാനും അമേരിക്കയും ഇരു രാജ്യങ്ങളും പരസ്പരം പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് സൈനിക വിന്യാസം പൂർണ്ണ തോതിൽ അതിനെ പര്യാപ്തമാക്കി നിർത്തുക ഏത് സാഹചര്യവും നേരിടാൻ ഇത്തരത്തിൽ ഒരു ഡബിൾ ട്രാക്കാണ് ഈ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. 2 റൗണ്ട് ചർച്ചകൾ ഇതുവരെ നടന്നു. ആദ്യം ഒമാനിലും പിന്നീട് ജനീവയിലും. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിച്ചത്. പക്ഷേ ഈ 2 ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ ട്രംപ് തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന വേളയിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ഒരു ടൈം ലൈൻ ട്രംപ് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഇറാൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം. അതായത് സ്വീകാര്യമായ ഒരു കരാറിലേക്ക് അവർ എത്തിച്ചേരണം. അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US-ന് സ്വീകാര്യമായതും അർത്ഥവത്തായതുമായ ഒരു കരാറിൽ എത്തിച്ചേരണമെന്നാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാനം യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആദ്യഘട്ടം മുതൽ ഇറാനും വ്യക്തമാക്കുന്നു. കാരണം ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഇറാന് ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം 235 അത് 90 ഡിഗ്രിയിൽ 90% അത് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതുമാണ്. ജൂണിൽ 12 ദിവസത്തെ യുദ്ധം 2025 ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതുമാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ കൈവശം ആണവ ആയുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഉണ്ട് എന്ന വിവരങ്ങളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെ കാര്യത്തിലടക്കം ചർച്ച വേണം എന്ന ആവശ്യമാണ് ഇറാനോട് US മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഈ ഘട്ടം വരെയും തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അതിനെ ശക്തമായി തന്നെ നേരിടും എന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇറാൻ അയച്ച കത്തിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ അതേ ഭാഷയിൽ തന്നെ സൈനികമായി തന്നെ ശക്തമായി നേരിടും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാനും നൽകുന്നത്. ഇത്തരത്തിൽ വലിയൊരു യുദ്ധഭീതി ഇപ്പോൾ നിലനിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരുപക്ഷെ ഈ ആഴ്ച അവസാനത്തോട്, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇത്തരത്തിൽ US-ന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പക്ഷേ ഇന്നലത്തെ ട്രംപിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അല്പക്കൂടി സാവകാശം, നയതന്ത്രപരമായ സാധ്യതകളെല്ലാം പരിശോധിക്കാൻ അല്പക്കൂടി സാവകാശം അനുവദിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഇറാൻ ഒരു കരാറിൽ, അതായത് അമേരിക്ക നിർദ്ദേശിക്കുന്ന ആണവ കരാറിനോട് ഇറാൻ അനുകൂലമായൊരു സമീപനം സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം വലിയ തോതിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. എന്തായാലും മാർച്ച് ആദ്യവാരത്തോടുകൂടി ഇത്തരത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം. 3ാം റൗണ്ട് ചർച്ചകൾ നടക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ആദ്യഘട്ടം ഒമാനിലും 2ാം ഘട്ടം ജനീവയിലും നടന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ല എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതും. എന്തായാലും ശരി കാർത്തിക്, മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ബ്രിട്ടീഷ് രാജകുടുംബം ചെന്നപ്പെട്ടിരിക്കുന്ന ഒരു വലിയ നാണക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ്. നമുക്കറിയാം, ജെഫ്രി എപ്സ്റ്റീൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോക നേതാക്കളെ വല്ലാതെ തരത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. നിരവധി ഫയലുകളിൽ നിരവധി വസ്തുക്കൾ പുറത്തു വരുന്നു, നിരവധി ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസൺ എന്ന പ്രധാനപ്പെട്ട അവിടുത്തെ രാജകുടുംബാംഗത്തെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. തേംസ് വാലി പോലീസാണ് ആൻഡ്രൂവിനെ ഒരു പകൽ മുഴുവൻ ചോദ്യം ചെയ്ത് അതിനുശേഷം അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് രാജകുടുംബത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്സ്റ്റീനുമായുള്ള ബന്ധം തൻ്റെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് ആൻഡ്രൂ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചില സ്ത്രീകളുമായി, റഷ്യൻ പെൺകുട്ടികളടക്കം എപ്സ്റ്റീൻ ആൻഡ്രൂവിന് നൽകി. അവരുമായി ലൈംഗിക ബന്ധത്തിലടക്കം ആൻഡ്രൂ ഏർപ്പെട്ടു. ഇതിനൊക്കെ ബ്രിട്ടീഷ് സേനയിലെയും മറ്റും പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതായത് തലപ്പത്തുള്ള പല ആളുകളും ഇതിന് സാക്ഷികളായിരുന്നു എന്ന വിവരം കൂടി ബ്രിട്ടനെ വല്ലാതെ നാണം കെടുത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പൊതുപദവിയിലിരിക്കെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് ഈ അപ്രതീക്ഷിത നടപടി നടത്തിയത്. കിങ്
ചാൾസ് മൂന്നാമൻ്റെ സഹോദരൻ കൂടിയാണ് ആൻഡ്രൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജകുടുംബത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ രാജകുടുംബം പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടമടക്കം മുന്നോട്ട് വെക്കുന്ന കാര്യം. ഏതായാലും ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വല്ലാത്ത നാണക്കേടാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. So I can actually speak about it very nicely. I think it's a shame. I think it's very sad. I think it's so bad for the royal family. It's a very, very sad. To me, it's a very sad thing. When I see that, it's a very sad thing to see it and to see what's going on with his brother, who's obviously coming to our country very soon, and he's a fantastic man, the king. So I think it's a very sad thing. It's really interesting because nobody used to speak about Epstein when he was alive, but now they speak. But I'm the one that can talk about it because I've been totally exonerated. I did nothing. In fact, the opposite. He was against me. He was fighting me in the election, which I just found out through the last 3 million pages of documents. അതായത് ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ചൂഷണങ്ങൾക്കും ഇടപാടുകൾക്കും ഔദ്യോഗിക പദവി ആൻഡ്രൂ മറയാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പദവികൾ ഇതിനകം തന്നെ നീക്കം ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. വിവാദങ്ങൾ പ്പോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. സൈനിക ബഹുമതികളിൽ നിന്നും കിങ്സ് ചാൾസ് ആൻഡ്രൂവിനെ നീക്കം ചെയ്തിരുന്നു. വല്ലാത്ത നാണക്കേടാണ് ഇത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ സംഭവിപ്പിച്ചിരിക്കുന്നത്. അവർ വല്ലാത്ത പ്രതിസന്ധിയിലുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. PR കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ഈ എപ്സ്റ്റീൻ്റെ കുടുക്കിൽപ്പെട്ട നിരവധി പ്രമുഖരുടെ പട്ടികയിൽ ഇപ്പോൾ ആൻഡ്രൂവും വരികയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കത്തിലേക്കാണ്? ഇയാളെ പദവികൾ നീക്കം ചെയ്തു, അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഇനിയും നിയമ നടപടികൾ സ്വാഭാവികമായും ആൻഡ്രൂ നേരിടേണ്ടി വരുമല്ലോ. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ആൻഡ്രൂവിനെതിരെ ഒരു പൊതുവികാരം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി ഇത്തരം ആരോപണങ്ങൾ എല്ലാം അന്വേഷിക്കും എന്ന് രാജകുടുംബം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയായിരുന്നു അന്വേഷണം. കഴിഞ്ഞ ദിവസമാണ് ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. മാത്രമല്ല, ആൻഡ്രൂ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളാകും ഇനി ഉണ്ടാവുക. നേരത്തെ തന്നെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ആൻഡ്രൂ നൽകിയിരുന്ന വിശദീകരണം എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായുള്ള സൗഹൃദത്തിൽ ഖേദമുണ്ടെന്നും ആൻഡ്രൂ പല ഘട്ടങ്ങളിലായി പ്രതികരിച്ചിരുന്നു. സമാനമായ മൊഴിയാണ് തെയിംസ് വാലി പോലീസിനും കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അയൽഷാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ തെയിംസ് വാലി പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. എന്തായാലും ബ്രിട്ടീഷ് സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാര റിപ്പോർട്ടുകൾ 2010 ആൻഡ്രൂ ജെഫ്രി എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നതും. നേരത്തെ തന്നെ പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഫയലുകളിൽ ആൻഡ്രൂവിൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളാണ് വിവാദമായത്. ആൻഡ്രൂ ഒരു തറയിൽ കിടക്കുന്ന യുവതിക്ക് സമീപമായി മുട്ടുകുത്തി നിൽക്കുന്ന ആൻഡ്രൂവിൻ്റെ ചിത്രമാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതും. എന്തായാലും ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യൽ ശേഷം ആൻഡ്രൂവിനെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. ആൻഡ്രൂവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകും എന്നാണ് തെയിംസ് വാലി പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവർ നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായും ഇത് രാജകുടുംബത്തിന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചാൾസ് മൂന്നാമൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് നിയമത്തിൻ്റെ വഴിയെ പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രാജകുടുംബത്തിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകും എന്നാണ്. ഇതുതന്നെയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം. എന്തായാലും ഈ സംഭവം ഒന്നിനു പിറകെ ഒന്നായി ആൻഡ്രൂ ചെന്നുപെടുന്ന വിവാദങ്ങൾ. ഒപ്പം കഴിഞ്ഞ ദിവസം ആൻഡ്രൂവിൻ്റെ ജന്മദിനമായിരുന്നു. ജന്മദിനത്തിൽ ആദ്യമായി ഒരു രാജകുടുംബാംഗം ഇത്തരമൊരു കേസിൽ അറസ്റ്റിലാകുന്നു. ഇതെല്ലാം ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നു, ഒപ്പം നാണക്കേടുണ്ടാക്കുന്നു. ട്രംപ് അടക്കം ഈ വിവാദവുമായി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേരത്തെ പേര് വന്ന ട്രംപ് അടക്കമുള്ളവർ ഇത് ദുഃഖമുണ്ടാക്കുന്നതാണെന്നും രാജകുടുംബത്തിന് നാണക്കേടാണ് എന്ന പ്രതികരണം കൂടി US-ന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വരുന്നു. ശരി കാർത്തിക്, വിശദമായ റിപ്പോർട്ടിന്. ഏതായാലും രാജകുടുംബത്തിലേക്കും എപ്സ്റ്റീൻ ഫയൽസിന്റെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായ കാര്യമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് ട്രംപിൻ്റെ ഒരു പുതിയ അവകാശവാദമാണ്. അതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഇത്തവണ ട്രംപ് പറയുന്നത് 11 ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നാണ്.
പക്ഷേ ആരുടെയാണ് ജെറ്റുകൾ നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ട്രംപ് ഒരു ഉറപ്പ് നൽകുന്നില്ല. വിമാനങ്ങൾ വീണിട്ടുണ്ട് എന്ന് നേരത്തെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും കൃത്യമായ കണക്കുമായി ട്രംപ് വരുന്നത് ഒരു പക്ഷേ ആദ്യമായാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ US ഇടപെടലിനെ കുറിച്ച് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങൾക്ക് മേൽ കനത്ത തീരുവ, അതായത് 200% തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് ട്രംപ് പറയുന്നു. താൻ ഒഴിവാക്കിയതാണ് എന്നും വീണ്ടും അവകാശപ്പെടുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ സമാധാന ബോർഡിന്റെ ആദ്യ യോഗത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്ന് ഓർക്കണം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും തുടർന്ന് നടത്തിയ വെടിനിർത്തലിനെ കുറിച്ചുമൊക്കെ വിശദമായി ട്രംപ് സംസാരിക്കുന്ന പശ്ചാത്തലമാണ്. ഈ തീരുവ ചുമത്തലാണ് ഇരു രാജ്യങ്ങളെയും പിന്നോട്ടടിച്ചത് എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയ പശ്ചാത്തലം ട്രംപിന് നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇതിൽ നേരത്തെ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ട്രംപ് ഇടപെട്ടില്ല, മൂന്നാം കക്ഷിയുടെ യാതൊരു ഇടപെടലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ് സുധാ ബിജു, ട്രംപിന്റെ വീരവാദങ്ങൾ പുത്തരിയല്ല, പക്ഷേ എപ്പോഴും ഏത് യോഗത്തിൽ പ്രസംഗിച്ചാലും ഇന്ത്യ പാക് യുദ്ധം തന്നെയാണ് ട്രംപിന് മുഖ്യം. ഇത്തവണയും കണക്കടക്കം 11 ജെറ്റുകൾ വീണു എന്ന കണക്കടക്കം ട്രംപ് കാര്യങ്ങൾ പറയുകയാണ്. ഇന്ത്യ ഇതിനു മുൻപ് തന്നെ പല ആവർത്തി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക എന്നല്ല മറ്റൊരു മൂന്നാമതൊരു രാഷ്ട്രവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നാണ് ഇന്ത്യ പലകുറി വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ട്രംപ് തൻ്റെ വാദങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കൂട്ടിന് പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാൻ ട്രംപിൻ്റെ ഈ വാദങ്ങളെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടാണുള്ളത്. പ്രത്യേകിച്ച് ഇതിനു മുൻപേ ഗാസ സമാധാന യോഗത്തിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പ്രസിഡന്റ് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചതാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപിന്റെ ഇടപെടൽ കാരണമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സംഘർഷം അവസാനിച്ചത്, ഇത് കാരണം 25 കോടി ജനങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നെല്ലാം ഷഹബാസ് ഷെരീഫ് അന്ന് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗം നടന്നത്. ഈ യോഗത്തിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യമന്ത്രിയും ഡെപ്യൂട്ടി PM-ഉമായിട്ടുള്ള ഇഷാഖ് ദറും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ട്രംപിൻ്റെ പുതിയ ഈ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ നേരത്തെ തന്നെ പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ട് ട്രംപ് പൊങ്ങച്ചം പറയുകയായിരുന്നു ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതായത് അദ്ദേഹം ഇതിലൂടെ പറയുന്ന പുതിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനുമെതിരെ 200% തീരുവ ചുമത്തുമെന്ന് താൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇത് ആദ്യം ചെവിക്കൊള്ളാൻ ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് എല്ലാത്തിനേക്കാൾ ഉപരി പ്രധാനം പണമാണല്ലോ. അപ്പോൾ ഈ പണം ഉദ്ദേശിച്ച് രണ്ട് രാജ്യങ്ങളും അവർക്കിടയിലുള്ള സംഘർഷം അവസാനിപ്പിച്ചു. ഈ സംഘർഷം അതിരുവിട്ട് പോയിരുന്നെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചേനെ എന്നും ട്രംപ് തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറയുകയുണ്ടായി. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ നിർത്തി അങ്ങ് അപമാനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ അപമാനിക്കുന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ട് കേട്ടില്ല, താൻ 200% തീരുവ ചുമത്തുമെന്ന് പറഞ്ഞു. ഉടനെ താൻ പറഞ്ഞതനുസരിച്ച് രണ്ടുപേരും വെറുതെ ഇരുന്നു എന്ന് പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ട് അവർക്ക് നേരെ കൂടി വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ട്രംപ് പറഞ്ഞത്. അതിന് പാകിസ്ഥാന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇന്ത്യ ഇതിനു മുൻപേ പല ആവർത്തി ഇക്കാര്യം നിഷേധിച്ചിട്ടുള്ളതാണ്. പുതിയ ട്രംപിന്റെ ഈ അവകാശവാദത്തോട് ഇന്ത്യ നിലവിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പ്രതികരണം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി അജയ്, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. അത് ഗാസയുമായി ബന്ധപ്പെട്ടാണ്. ഗാസയിൽ ഇപ്പോൾ ഹമാസ് വീണ്ടും പിടിമുറുക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയൊക്കെ അവിടുത്തെ സ്വാധീനം കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് കൂടുതൽ അധിക നികുതിയൊക്കെ ഗാസ നിവാസികൾക്ക് ചുമത്തിക്കൊണ്ട് ഹമാസ് കൂടുതൽ സാമ്പത്തിക പിൻബലമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ആയുധങ്ങൾ സംഭരിക്കാനും സേനയ്ക്ക് കുറച്ചുകൂടി കരുത്ത് വരുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആരോപണം. അജയ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹമാസ് ഒന്ന് അടങ്ങിയെന്ന് വിചാരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരം ചില ശ്രമങ്ങൾ കൂടി നടത്തുന്നത്. ഗാസയിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഭീഷണിയിലാണല്ലേ? തീർച്ചയായിട്ടും ട്രംപിന്റെ ഈ ബോർഡ് ഓഫ് പീസ് ശ്രമങ്ങളെ തകിടം മറിക്കുന്ന തരത്തിലാണ് ഹമാസിന്റെ പുതിയ നീക്കങ്ങൾ എന്ന് പറയുന്നത്. ട്രംപിന്റെ അവകാശവാദം അനുസരിച്ച് രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പ്രകാരം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കും എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിരായുധീകരിക്കുന്നത് പോട്ടെ, അവർ ഇപ്പോൾ കൂടുതൽ ആയുധങ്ങൾ തങ്ങളുടെ പക്കൽ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വരുക്കൂട്ടാനായി അവർ ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ്. ഇതിനു മുൻപേ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം കാരണം
കാരണം വീടും അതുപോലെ തന്നെ തങ്ങളുടെ പണവും എല്ലാം നഷ്ടപ്പെട്ട് വളരെ ദുരിതാവസ്ഥയിലാണ് ഈ ഗാസയിലുള്ള ജനങ്ങളുള്ളത്. അപ്പോൾ അവരെ കൂടുതൽ പിഴിഞ്ഞ് വീണ്ടും അതിജീവനത്തിനായി ശ്രമിക്കുന്ന ആ ജനതയെ വീണ്ടും പിഴിഞ്ഞ് അവരിൽ നിന്ന് പണം ഈടാക്കി തങ്ങൾക്കുള്ള ആയുധങ്ങളും മറ്റ് കാര്യങ്ങളുമെല്ലാം സ്വരുക്കൂട്ടി ഗാസയുടെ നിയന്ത്രണം വീണ്ടും പിടിച്ചടക്കാനാണ് ഹമാസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് IDF, അതായത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ്, അവർ പറയുന്നത് ഈ ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കാതെ ഇതിൽ മറ്റൊരു മാർഗവും ഇല്ല, അല്ലെങ്കിൽ അവർ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രതിസന്ധിയിലുള്ളത് ഗാസയിലെ ജനങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ ഒരു വശത്ത്, മറുവശത്ത് ഹമാസ്. ഇത്തരത്തിൽ അവർ കൂടുതൽ കഷ്ടപ്പെടുന്നു എന്നല്ലാതെ ഇക്കാര്യത്തിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ട്രംപ് തന്റെ അവകാശവാദങ്ങൾ തുടരുന്നു, എന്നാൽ ഹമാസ് വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് സാഹചര്യം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠർ രാജീവർക്ക് ജാമ്യം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതിൽ കോടതി വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് കണ്ഠർ രാജീവരുടെ പങ്കാളിത്തം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തുന്നതിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. SITക്ക് ഈ വിഷയത്തിൽ വൻ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. തന്ത്രിയുടെയും SITയുടെയും വാദങ്ങളുടെ പൂർണ്ണ വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അറസ്റ്റിന് പിന്നിൽ പ്രതികാരമെന്നാണ് തന്ത്രി കണ്ഠർ രാജീവരുടെ വാദം. അതേസമയം ശബരിമലയിൽ എല്ലാത്തിൻ്റെയും അവസാന വാക്ക് തന്ത്രിയാണെന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് രാജീവര് തടഞ്ഞില്ലെന്നുമാണ് SIT വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യം പൂർണ്ണമായും കോടതി നിരാകരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം താന്ത്രിക ചില കാര്യങ്ങൾ മാത്രമാണ് തന്ത്രിക്ക് ശബരിമലയിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ തരത്തിൽ വാദിച്ചിരുന്നു. അത് കോടതി പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മന്ത്രിമാരടക്കം VIPകളുമായി പോറ്റിക്കുള്ള നീക്കം, ഈ പൊറ്റിക്കുള്ള ബന്ധം മറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിന്റെ പ്രതികാരമാണ് എന്നും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തന്ത്രി നേരത്തെ ഈ വിഷയം ആരോപിച്ചിരുന്നു. ഇത് പ്രതികാരമായി തന്നെ ഉണ്ട്. ഒപ്പം ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും തന്ത്രിക്കെതിരെ പ്രതികാരത്തിന് കാരണമായി എന്ന് പറയുന്ന ഏറെ നിർണായകമായ ഒന്നാണ്. അതായത് സർക്കാർ ആസൂത്രിതമായി തന്ത്രി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം പുറത്തു വരുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണ്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഏറെ ഗൗരവതരമായ കാര്യമാണ്. കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം അവിടെ തന്ത്രിയെ 41 ദിവസത്തോളം ജയിലിലിടാൻ ഇവർക്ക് സാധിക്കുന്നു. പക്ഷേ യാതൊരു തെളിവുകളുമില്ല. നേരത്തെ തന്ത്രി കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടവരടക്കം മുന്നോട്ട് വെച്ച ചില വാദങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളും തന്ത്രി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരുന്നതും. ഇതിൽ ഒന്നാമത്തെ കാര്യം, SITയുടെ വാദമുഖങ്ങളെ പൂർണ്ണമായും കോടതി തള്ളിക്കളയുകയാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ തന്ത്രി SITയെ മാത്രമല്ല വെട്ടിലാക്കുന്നത്, സർക്കാരിനെ കൂടി വെട്ടിലാക്കുന്നത്. ചില രാഷ്ട്രീയം കൂടി നമ്മൾ തന്ത്രിയുടെ വാദങ്ങളിൽ കാണേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്ത്രി പറയുന്നത് അറസ്റ്റിന് പിന്നിൽ പ്രതികാരമെന്നാണ്. അത് പ്രതികാരം ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിൽ. അവിടെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം വരുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറത്തേക്ക് തന്നെ ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി കാരണമായത് ശബരിമലയിൽ യുവതീ പ്രവേശം തടയുന്നതിന് താൻ ഒരു ശ്രമം നടത്തി, അതിന് പിന്നിലാണ്. അവിടെയാണ് ഈ രാഷ്ട്രീയം വരുന്നത്. മാത്രമല്ല, ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും കാരണമായി. അതായത് കൊള്ളയ്ക്ക് പുറത്തേക്ക് ചില ആരോപണങ്ങൾ രാഷ്ട്രീയമായി തന്നെ തന്ത്രി ഉന്നയിക്കുന്നു. ആ വാദങ്ങളാണ് കോടതിയിൽ സമർത്ഥിച്ചത്. മന്ത്രിമാരടക്കം VIPകളുമായി പോറ്റിക്കുള്ള ബന്ധം മറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റ് എന്ന് പറയുന്നു. അതും ഗുരുതരമായ ഒരു രാഷ്ട്രീയ ആരോപണമാണ്. SITക്കെതിരെയും ആരോപണങ്ങളുണ്ട്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചുവെന്നാണ്. അങ്ങനെയെങ്കിൽ അതൊരു അത്യന്തം ഗുരുതരമായ കാര്യമാണ്. ഇപ്പോൾ തന്ത്രി കോടതിയിൽ പറഞ്ഞത് ഈ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നു എന്നതാണ്. പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യാപിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായിരുന്നു. ഇക്കാര്യങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് മറച്ചത് താനാണ് എന്ന്
പോറ്റിയെ കയറ്റിയതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ SIT റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തതെന്ന് പറയുന്നു. അവിടെയും രാഷ്ട്രീയ ഇടപെടലാണ് സംശയിക്കുന്നത്. വാജിവാഹനം തന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് തന്നെ മോശമാക്കാൻ എന്ന വാദം കൂടി തന്ത്രി ഉന്നയിക്കുന്നുണ്ട്. 3 മാസം നടന്ന അന്വേഷണത്തിൽ തന്റെ പേര് വന്നിട്ടില്ല. അതേസമയം SITയും ചില വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചു. ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നാണ് SIT വാദിച്ചത്. യുവതീ പ്രവേശം തടഞ്ഞത് ഇതിന് തെളിവ്. പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല. പോറ്റിയെ ശബരിമലയിൽ നിയമിക്കാൻ സ്വാധീനം ചെലുത്തി. പോറ്റിയെ സ്പോൺസറാക്കിയതിലും പങ്കുണ്ട്. സ്വർണ്ണപ്പാല് കടത്തുന്നതിൽ മറ്റ് പ്രതികളുമായി ഗൂഢാലോചന നടത്തി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ തന്ത്രിയുടെ പേരുണ്ട്. തന്ത്രിക്കെതിരെ പ്രധാന തെളിവായി മൊഴികളുണ്ട്. തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദിച്ചു. പാളികൾ കൊടുത്തുവിടാൻ അനുജ്ഞ വാങ്ങിയില്ല എന്നത് പ്രധാന കുറ്റമാണ്. കട്ടളപ്പാളി ഇളക്കിയ ദിവസം തന്ത്രി തന്ത്രപരമായി മാറി നിന്നു. ഈ വാദങ്ങളൊക്കെ തന്ത്രി നേരത്തെ തന്നെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ SITയുടെ വാദമെന്ന് പറയുന്നത് എന്താണ്, പല കാര്യങ്ങളിലും തന്ത്രിക്ക് വീഴ്ച സംഭവിച്ചു. പക്ഷേ തന്ത്രി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതൊക്കെ ആചാരപരമായ കാര്യങ്ങളാണ്, ഇതിൽ മാത്രമാണ് തനിക്ക് പങ്കാളിത്തമുള്ളത്, ഭരണപരമായ നിയന്ത്രണം തനിക്കില്ല എന്ന് പറയുന്നതിനെ സാധൂകരിക്കുകയാണ് കോടതി ചെയ്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം കടന്നു വരുന്നത്, പ്രതികാരം കടന്നു വരുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി തന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം എല്ലാ ദിവസവും നട തുറക്കണമെന്നൊക്കെ ഇടയ്ക്കൊരു കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്, അതിനെയും എതിർത്തത് തന്ത്രിയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാദമായി നിൽക്കുകയാണ്. അങ്ങനെ തീർച്ചയായും നമുക്കറിയാം രഞ്ജിത്ത്, ഈ ശബരിമല യുവതീ പ്രവേശ സമയത്ത് അവിടെ യുവതികൾ കയറിയ ശേഷം പരിഹാര ക്രിയകളൊക്കെ തന്ത്രി ചെയ്തത് സർക്കാരിന് അനിഷ്ടമായി. മുഖ്യമന്ത്രി അത് പൊതുസമ്മേളനത്തിൽ തന്നെ പറയുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഈ മുന്തിയുടെ കോന്തലയിൽ ഈ താക്കോൽ കെട്ടിയിട്ട് നടക്കുന്നവരുടെ കയ്യിലാണ് അധികാരമെന്ന് കരുതേണ്ടതില്ല എന്നതൊക്കെ ഉള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ കൂടി ഇവിടെ പ്രസക്തമാണ്. അതിൽ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനുണ്ട്. രാഹുൽ, ഇപ്പോൾ തന്ത്രി നമുക്കറിയാം കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ് തന്ത്രിയെ ജാമ്യത്തിൽ ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളതാണ്. അത് SITയുടെ വീഴ്ചകൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ മനസ്സിലാക്കുന്ന രാഹുലൊക്കെ മുന്നോട്ട് വെച്ച നിരവധി വാദങ്ങളുണ്ട് തന്ത്രിയെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, നിരപരാധിയാണ് എന്നത് അത്തരത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. ഇതിപ്പോൾ കോടതി കൂടി അംഗീകരിക്കുമ്പോൾ വലിയ വീഴ്ച SITക്ക് സംഭവിച്ചു എന്നുള്ളതല്ലേ? ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. 1. 2, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്, അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. പി നമ്പിനാരായണൻ 50 ദിവസം ഇതേപോലൊരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ 40 ദിവസം ശബരിമല തന്ത്രിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്, ദുര്യോഗമാണ്. അങ്ങേക്കറിയാലോ, ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവുമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ എന്താ പറയുക ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയ നേതാക്കളെ ഫുട്ബോൾ പോലെ തട്ടാൻ കഴിയുന്നത്. എന്ത് വലിയ കള്ളത്തരമാണ് നടന്നത്. എന്നിട്ട് SIT വാജിവാഹനത്തിന്റെ പേരിൽ അടുത്ത കഥ ഇറക്കി. വാജിവാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ വീട്ടിൽ ദേവസ്വം ബോർഡ് പുറത്തു കൊടുത്തു വിട്ടത്. അത് ശ്രീ ശ്രീജിത് പണിക്കരെ പോലുള്ളവരാണ് ആ സത്യം വെളിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് തന്ത്രിക്ക് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാപനം പൊട്ടി. അതുകൊണ്ട് തന്ത്രി അതിൽ കംപ്ലൈന്റ് ചെയ്തില്ല. SITയുടെ അടുത്ത കള്ളക്കഥയാണ്. അവസാനം അവര് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് തന്ത്രിയുടെ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ശബരിമല തന്ത്രിക്കെതിരെ ചെയ്തത്. ഓർക്കുക, ഇതിന്റെ എല്ലാ അടിസ്ഥാനം കണ്ഠരര് രാജീവര് യുവതി പ്രവേശനത്തിന് അനുവദിച്ചില്ല. അദ്ദേഹം ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കില്ല, അഥവാ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ശ്രീകോവിലിന്റെ നട അടച്ചിട്ട് പോകുമെന്ന്. അങ്ങേക്ക് ഓർമ്മ കാണും, അന്ന് കണ്ഠരര് രാജീവരും ഞാനും കൂടെ പോലും പല വിഷയങ്ങളിലും തർക്കിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറെ കൂടെ സാത്വികനാണ്. അദ്ദേഹം എന്റെ അഗ്രസീവായ വഴികളോട് യോജിക്കുന്ന വ്യക്തിയല്ല. എന്റെ മുത്തശ്ശി ദേവകി അന്തർജനത്തെ അല്ലെങ്കിൽ താഴോൺ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ
തന്ത്രിയെ അവിടെ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് നീരസം പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം അദ്ദേഹം കുറെ കൂടെ സാത്വിക രീതിയിൽ പോകണമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്ത് 41 ദിവസം ഗൗരവതരമാണ് രാഹുൽ, സംശയമില്ല. ഇവിടെ അങ്ങനെയെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് തന്ത്രി കുടുംബവും കടക്കേണ്ടി വരും. മാനനഷ്ടം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. SIT ഇങ്ങനൊരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഇങ്ങനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലേക്ക് നിയമത്തിന്റെ മറ്റു വഴികളിലേക്ക് കൂടി പോകേണ്ടി വരും. അതിന് തയ്യാറാകുമോ? അല്ല, അത് എനിക്കറിയില്ല, അദ്ദേഹമാണ് പറയേണ്ടത്. ഇപ്പൊ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമല്ല, അദ്ദേഹം മാനസികമായി ഷാറ്റേർഡായി. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം പലതവണ പൊട്ടിക്കരയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കേരളത്തിൽ നടക്കുന്നത് അദ്വൈതം സിനിമയിൽ 35 വർഷം മുമ്പ് ഇറങ്ങിയ അദ്വൈതം സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ സിനിമ അങ്ങനെ പലരും അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ സിനിമ കണ്ടാൽ അറിയാം, ഇതേപോലെ തിരുവാഭരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഭരണങ്ങൾ മോഷണം പോയി അവിടെ ചില രാഷ്ട്രീയക്കാർ, അതും ഇടതുപക്ഷ പക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ, അത് മോഷ്ടിക്കാനും അല്ലെങ്കിൽ മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുകയും മറ്റും ചെയ്തു. എന്നിട്ട് തന്ത്രിയായ തിക്കുറിശി സുകുമാരൻ നായരെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. ഇനി അത് പറയാനും ഒരു പ്രസക്തിയുണ്ട്. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സിനിമാ പാട്ടുണ്ട്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും കോടതി ഒരു സിനിമാ പാട്ട് ഒരു വിധിയിൽ എഴുതുന്നത്. അത് ഈ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതത്തിലെ പാട്ടാണ്, മോഹൻലാലിന്റെ സിനിമയിൽ. അതിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ആ പാട്ട് ആ സിനിമയിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി. ഇത് നമ്മൾ ഹിന്ദു വിശ്വാസികളെ അപമാനിച്ചതാണ്, അയ്യപ്പ വിശ്വാസികളെ അപമാനിച്ചതാണ്. നന്ദി രാഹുൽ ഈശ്വർ ഈ വിഷയത്തിലെ പ്രതികരണത്തെ. ഏതായാലും ഗൗരവതരമായ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.